ധന്യ ശബരിമലയിലെ പാളികളുടെ കാര്യത്തിൽ വന്ന പാളിച്ചകളും പൊളികളും എല്ലാം പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം. നാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. അവിടെ പറഞ്ഞതുപോലെ തന്നെ ജയറാമും പ്രതിയാണ്. ജയറാമിന് ആനയുണ്ട്, ശരിയാണ്. ആനകളെ സാധാരണയായിട്ട് അമ്പലങ്ങളിലെ തിടമ്പേറ്റാൻ വേണ്ടി ദേശദേവതയുടെ തിടമ്പേറ്റിക്കൊണ്ട് നാട് ചുറ്റാനായിട്ട് ഊരു ചുറ്റാനായിട്ടും ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് വേണ്ടുന്ന ആറാട്ട് വഴിയുള്ള വരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനുമൊക്കെ അയക്കാറുണ്ട്. അങ്ങനെ ശബരിമലയിലെ തിടമ്പുകളോ അല്ലെങ്കിൽ അവിടുത്തെ പാളികളോ ഒന്നും അങ്ങനെ അയക്കുന്ന ഒരു സാധനമല്ല എന്നറിയേണ്ടിയിരുന്ന, അതിൻ്റെ കോമൺ സെൻസ് ഉണ്ടാവേണ്ടിയിരുന്ന ഒരു താരമാണ്. ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നടനാണ് ജയറാം. ആ ഉത്തരവാദിത്വം അദ്ദേഹവും പാലിച്ചില്ല. ഓരോരോ പൊളികളായിട്ട് പൊളിച്ച് അടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇദ്ദേഹത്തിന് എങ്ങനെയൊരു റാപ്പോ വന്നു? ശബരിമലയിലെ ഭരണസമിതിയുടെ ചുമതലയിലൊന്നുമല്ലാത്ത വെറും ഒരു പരികർമ്മി മാത്രമായിട്ടുള്ള ആള് എങ്ങനെ അവിടുത്തെ പാളികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പുണ്യവസ്തുക്കളും പരിപാവനമായ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തു മാത്രമുള്ള സാധനങ്ങളുമായിട്ട് ഇങ്ങനെ ഊരു ചുറ്റി നാടു ചുറ്റി സംസ്ഥാനത്തിൻ്റെ അതിർത്തിയും കടന്ന് അപ്പുറത്ത് പോകുന്നു? അങ്ങനൊരു സാധനം സ്വന്തം വീട്ടിലേക്ക് കടത്തുന്നതിന് മുമ്പ്, കൊണ്ടുവരിപ്പിക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ സംഘാംഗങ്ങളെയോ മന്ത്രിയെ തന്നെ ജയറാം വിളിച്ചാലും അപ്പം തന്നെ എടുക്കും. കാരണം അത്ര അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം.